ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വീണ്ടും ഒരു ക്ലാഷ് ഓഫ് ക്ലാൻസ് വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, നമുക്ക് നേരെ തന്നെ നമ്മുടെ റിസൾട്ടിലോട്ട് പോകാം. വളരെ ഒരു ദുഃഖകരമായ ഒരു റിസൾട്ടാണ്. നമുക്ക് നമ്മുടെ സെക്കൻഡ് വാർ നമ്മളെ തോറ്റിട്ടുണ്ട് ഗൈസ്. അവന്മാർ 45 ഒരു ദാർശന്യം ഇല്ലാതെ അടിച്ച് ഫുള്ളും തകർത്ത് വിട്ടു. നമ്മുടെ ഇന്ന് കയ്യിൽ നിന്ന് കുറച്ച് അറ്റാക്ക് പോയിരുന്നു. അങ്ങനെ നമുക്ക് 41 എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. നമ്മൾ അങ്ങനെ തന്നെ പൊട്ടി. അപ്പോൾ ഇന്ന് നമ്മുടെ ഡേ 3 ഓഫ് അറ്റാക്കാണ്. ഡേ 3 കണ്ടിട്ട് എനിക്കൊരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അമ്മമാർ ഫസ്റ്റും സെക്കൻഡും 9th ബേസിൽ സ്റ്റാർ പോയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊരു പോസിറ്റീവ് സാധനമാണ്. നമ്മുടെ ഇന്ന് ഇതുവരെയും സ്റ്റാർ പോയിട്ടില്ല. മാക്സിമം 3, അതിൽ 2ൻ്റെ അകത്ത് തന്നെ നമുക്ക് നിർത്തിയാൽ നമുക്ക് ജയിക്കാൻ പറ്റും ഈസി ആയിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ ടോപ്പിലുള്ള ഫുൾ ബേസ് അറ്റാക്ക് ചെയ്യാൻ പോവുകയാണ്. വെറുപ്പിക്കുന്നില്ല ഗൈസ്. ആദ്യം തന്നെ നമ്മുടെ ട്രൂപ്സ് എല്ലാം ഉണ്ട് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ചെറുതായിട്ട് നമ്മൾ ഹീറോ പോർഷനും കൂടെ എടുക്കുന്നു. അറ്റാക്ക് യെസ് ഗൈസ്, നമ്മൾ അറ്റാക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ തന്നെ നമ്മുടെ അറ്റാക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ബേസ് കിട്ടിയിട്ടുണ്ട്. കുറച്ച് ബാഡാണ്, അത്യാവശ്യം ബാഡാണ്. ഇത് ഈ എയർ സ്വൈപ്പറാണ് നമുക്ക് പണി തരുമോ ഇല്ലയോ എന്ന് നിൽക്കണേ. ഓക്കെ, ഞാൻ റിസ്ക് എടുത്ത് രണ്ടും കൽപ്പിച്ച് നമ്മുടെ അറ്റാക്ക് എടുക്കുകയാണ്. ഓക്കെ, ഡ്യൂക്ക് ഡ്രാഗനെ നമ്മൾ ഇറക്കിയിട്ടുണ്ട്. നൈസ്. 1 2 ഒരു ഇൻഡി ഇട്ടു. ഓക്കെ, അവിടെ ഹീറോസ് ഉള്ളതുകൊണ്ട് നമ്മുടെ ഡ്യൂക്ക് ഡ്രാഗനെ അവിടെ തന്നെ സ്റ്റേ ചെയ്ത് അറ്റാക്ക് ചെയ്യണമുണ്ട്. സോ അത് നമുക്ക് നല്ലൊരു പോസിറ്റീവാണ്. യെസ് ഇത്രയും പെട്ടെന്ന് ഡ്യൂക്ക് ഡ്രാഗൻ്റെ ചാർജാണ്. എടാ പോടാ. ഓക്കെ, നൈസ്. അടുത്തൊരു ഇൻഡി ഇട്ടിട്ടുണ്ട്. ഓക്കെ കിട്ടി. ഓക്കെ, നമ്മുടെ ഇൻഡി. ഓക്കെ, ഡ്യൂക്ക് ഡ്രാഗൺ ചാർജ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. നമുക്ക് നമ്മുടെ ക്വീൻ ഇറക്കാം. ക്വീൻ്റെ എബിലിറ്റി കൊടുത്തു. 2 എയർ സ്വൈപ്പർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പോസിറ്റീവ് എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത പോസിറ്റീവാണ്. ഫുൾ ഡ്രാഗൺസ്, നീന്തൽസ്, ഗ്രാൻഡ് വാർഡൻ, പുതിയ സേജ് മിഷൻ, ഫുൾ ഡ്രാഗൺ റൈഡേഴ്സ് നേരത്തെ പിടിച്ചിറക്കിയിട്ടുണ്ട്. നമുക്കിനി മര്യാദയ്ക്ക് നമ്മുടെ അറ്റാക്ക് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് വിടണം. ഒരു ടോട്ടാസ്പെറ്റ് നമ്മൾ നടക്കുന്നു. ഓക്കെ, ഒരു ഇലക്ട്രോ ഡ്രാഗനെ നമുക്ക് ഈ ഏരിയയിൽ ഇറക്കാം. അത്യാവശ്യം കുറച്ച് ബാഡാണ്. ഓക്കെ, ഗ്രാൻഡ് വാർഡൻ എബിലിറ്റി കൊടുത്തിട്ടുണ്ട് ഗൈസ്. നമുക്ക് ആര് റൂട്ടപ്പ് ചെയ്യണം എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇമാരെ ഇത്രയും നമുക്കൊന്ന് റൂട്ടപ്പ് ചെയ്യാം. യെസ്, ഗുഡ്, പെർഫെക്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. നടുക്കൊരു ടോട്ടൽ സ്പെൽ ഇടുന്നു. ഓക്കെ, എല്ലാം നമ്മുടെ അറ്റാക്ക് നമ്മുടെ കയ്യിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഒരു ബേബി ഡ്രാഗൺ നമുക്ക് ഇവിടെ ഇറക്കാം. ഓക്കെ, ഫ്രീസ് ആർക്ക് വേണോ ഇവനെ ഇടാം. ഓക്കെ, ഗുഡ്. നമ്മൾ ഇതുവരെയും ഞാൻ നമ്മുടെ ഫുൾ മിനിറ്റ്സ്, ഫുൾ ആർച്ചേഴ്സ്. ഓക്കെ, ഞാൻ വെയിറ്റ് ചെയ്യ്. യെസ്, ഡ്യൂക്ക് ഡ്രാഗൺ നമ്മൾ റിവൈവ് ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ച് നമ്മളിവിടെ ഒരു ഫ്രീസ് സ്പെല്ലും കൂടെ ആ മുകളിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അറ്റാക്ക് നമ്മുടെ കയ്യിൽ തന്നെയാണ് ഗൈസ്. ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ അറ്റാക്ക് നല്ല രീതിയിൽ എന്താ ഓക്കെ സെറ്റായിട്ട് പോകുന്നുണ്ട്. വലിയ പ്രത്യേകിച്ച് സീനുകളൊന്നുമില്ല. ഓക്കെ, നൈസ്. നമ്മുടെ ഫസ്റ്റ് അറ്റാക്ക് എന്തായാലും നല്ല രീതിയിൽ തന്നെ ഒരു 3 സ്റ്റാർ കിട്ടി. മിനിമത്തിൻ്റെ എബിലിറ്റിയും കൊടുത്ത് 4x ഇട്ട് നല്ല രീതിയിൽ 3 സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അടുത്ത അറ്റാക്ക് പോകാം. ഓക്കെ ഗൈസ്, നമ്മുടെ അടുത്ത അറ്റാക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ അടുത്ത ബേസ് ഇതാണ്. ഇത് ഒരുമാതിരിത്തെ ബാഡാണ്, പക്ഷേ സീനില്ല. നമുക്ക് ഈസി ആയിട്ട് തന്നെ അടിക്കാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എയർ സ്വൈപ്പർ എല്ലാം ഇവിടെയാണ് നിൽക്കണം. ഇപ്പോൾ ഡ്യൂക്ക് ഡ്രാഗൺ ചാർജിനാണ് കുറച്ച് ബാഡ് വരാൻ പോണേ. നമുക്കൊന്ന് പിടിച്ച് തന്നെ അറ്റാക്ക് ചെയ്യാം. ഡ്യൂക്ക് ഡ്രാഗൺ നമ്മൾ ഇറക്കി വിട്ടിട്ടുണ്ട്. ഓക്കെ, നൈസ്. ഇൻവി. യെസ്, ഡ്യൂക്ക് ഡ്രാഗനെ മാക്സിമം അകത്തോട്ട് കൊണ്ടുവരണം. അതാണ് നമ്മുടെ പ്ലാൻ. ഇൻവി. ഓക്കെ പുറത്തോട്ട് പോയത് ഒരു എയർ സ്വൈപ്പർ സെറ്റാക്കി കിട്ടിയിട്ടുണ്ട്. സ്പിരിറ്റ് ഫോക്സിൻ്റെ സംഭവം നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. എന്തെന്ന് പറഞ്ഞാൽ എയർ സ്വൈപ്പർ ഇട്ട് ക്ലീനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡ്യൂക്ക് ഡ്രാഗൺ വേറെ അങ്ങോട്ടേക്ക് കയറും. സോ എല്ലാം നമ്മുടെ നോർമൽ ലിമിറ്റ്സിൻ്റെ അകത്ത് തന്നെ നിൽക്കുന്നുണ്ട്. എയർ സ്വൈപ്പർ ക്ലീനാണ്. അടുത്തൊരു ഇൻവി ഇട്ടു. ഓക്കെ, ഗാർഡിയനെ നമ്മുടെ ഡ്യൂക്ക് ഡ്രാഗൺ തട്ടിയിട്ടുണ്ട്. ഓക്കെ, സെറ്റ്. അതെന്താ, ഞാൻ ഇൻവി ഇടുന്നില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കുകയാണ്. അപ്പുറത്തെ ഡ്യൂക്ക് ഡ്രാഗൺ തമ്മിൽ കിടിലടിയാണ്. ഓക്കെ, സെറ്റ്. അടുത്ത ഇൻവി. യെസ്, ഇപ്പോഴാണ് നമ്മൾ അടുത്ത ഇൻവി ഇട്ടത്. ഓക്കെ, നമ്മുടെ ആ സൈഡിലുള്ള അറ്റാക്ക് ഏകദേശം തീർന്നിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ്, നമുക്ക് ഇവിടെ നിന്ന് തന്നെ അറ്റാക്ക് തുടങ്ങാം. ക്വീൻ ഇറക്കി. ഓക്കെ, 1 2 ക്വീൻ്റെ എബിലിറ്റി. ഓക്കെ, നെക്സ്റ്റ്. പ്രത്യേകിച്ച് ഒരു ഗുണം ഉണ്ടായില്ല ക്വീൻ്റെ എബിലിറ്റി കൊണ്ട്. ഫുൾ ഡ്രാഗൺസ് ഇറക്കി. ഗ്രാൻഡ് വാർഡൻ, യൂണിയൻ പ്രിൻസ്, പുതിയ സേജ് മിഷൻ, ഫുൾ ഡ്രാഗൺ റൈഡേഴ്സ് നമ്മൾ നേരത്തെ പിടിച്ചിറക്കിയിട്ടുണ്ട്. നമുക്കൊരു ഇലക്ട്രോ ഡ്രാഗനെ നമുക്ക് ഈ ഏരിയയിൽ ഇറക്കാം. ഓക്കെ, സെറ്റ്. പ്രശ്നങ്ങളൊന്നുമില്ല, നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല. പ്രശ്നം വരൂ എന്നും എനിക്കറിയില്ല. നമുക്ക് എന്തായാലും നടുക്കൊരു ടോട്ടസ് ഇടാം. ഓക്കെ, നമ്മുടെ കയ്യിൽ തന്നെയാണ് നമ്മുടെ അറ്റാക്കൊക്കെ നിൽക്കുന്നത്. ഇമാരി ഇത്രയൊന്ന് റൂട്ടപ്പ് ചെയ്യാം. ഓക്കെ, ഗുഡ്. എല്ലാം നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. വീണ്ടും നടുക്കൊരു ടോട്ടൽ സ്പെല്ല്.
ഡ്യൂക്ക് ഡ്രാഗനെ റിവൈവ് ചെയ്തിട്ടുണ്ട്. ഗ്രാൻഡ് ലിബിലിറ്റി കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം കുറച്ച് ബാഡാണോ എന്ന് ചോദിച്ചാൽ ബാഡ് തന്നെയാണ്, ബട്ട് കുഴപ്പമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബേബി ഡ്രാഗൺ, ഫുൾ ആർച്ചേഴ്സ്, ഫുൾ മിനിയൻസ്. ഓക്കെ ഓക്കെ, ഫ്രീസ് സ്പെല്ലിൽ ഇവിടുത്തെ മെയിൻ ബിൽഡിങ്സിന് വേണ്ടി ഇടാൻ വേണ്ടി വന്നു. യെസ്, ഫ്രീസ് ഇട്ടു. ആ ഏരിയയിൽ മൊത്തം ബിൽഡിങ്സാണ് കേട്ടോ. അടുത്തൊരു ഫ്രീസ്, ഒരു ഫോറസ്റ്റ് ഇടുന്നു. ദൈവമേ 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 ദൈവമേ, എടാ പോടാ എടാ. ജസ്റ്റ് മിസ്സിലാണ് കേട്ടോ നമുക്ക് അറ്റാക്ക് കിട്ടിയത്. അറ്റാക്ക് ഒന്നും ശരിയായി വരുന്നില്ല. ഓക്കെ, നമുക്ക് അടുത്ത അറ്റാക്ക് പോകാം. ഓക്കെ ഗൈസ്, നമ്മുടെ അടുത്ത അറ്റാക്ക് കൊടുത്തിട്ടുണ്ട്. അടുത്ത ബേസ് ഇതാണ്. കുറച്ച് ബാഡാണ്. ഡ്യൂക്ക് ഡ്രാഗൺ ചാർജും അല്ല, അത്യാവശ്യം ബാഡാണല്ലോടാ. ഓക്കെ, ബാഡാണെങ്കിലും ബാഡല്ലെങ്കിലും നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് എല്ലാം സ്പീഡി നമുക്ക് ഇനി അറ്റാക്ക് ചെയ്യേണ്ടി വരും ഗൈസ്. ക്വീൻ ഇറക്കി, ക്വീൻ്റെ എബിലിറ്റി കൊടുത്തു. ഓക്കെ, നല്ല രീതിയിൽ തന്നെ ക്വീൻ്റെ എബിലിറ്റി പോയിട്ടുണ്ട്. വേണമെങ്കിൽ ക്വീനെ ഹെൽപ്പ് ചെയ്ത് ഫുൾ ലൂൺസ് നമ്മൾ ഇറക്കുന്നു. അതിനനുസരിച്ച് ഒരു ടോട്ടാസിൽ ഇടുന്നു. ഫുൾ ഡ്രാഗൺസ് നമ്മൾ ഈ ഏരിയയിൽ ഇറക്കുന്നു. ഗ്രാൻഡ് വാർഡൻ, മിനിയൻ പ്രിൻസ്, പുതിയ സേജ് മിഷൻ, ഫുൾ ഡ്രാഗൺ റൈഡേഴ്സ് ഏറി കെട്ടി വിട്ടിട്ടുണ്ട്. ഓക്കെ, ഡ്യൂക്ക് ഡ്രാഗൺ അപ്പുറത്തെ സൈഡിൽ കൂടെ നമ്മൾ ഇറക്കുന്നു. ഏകദേശം കുറച്ച് ടാസ്ക്കാണ്. വീണ്ടും നടുക്കൊരു ടോട്ടാസ് ഇടുന്നു. ഡ്യൂക്ക് ഡ്രാഗൻ്റെ അവിടെ നമുക്ക് ടോട്ടം സ്പെല്ലിടണോ? വേണ്ട വേണ്ട വേണ്ട, നമ്മുടെ ലിമിറ്റ് ക്രോസ് ചെയ്യുന്നില്ല. സോ ഈ ഏരിയ ഒന്ന് റൂട്ടപ്പ് ചെയ്യുകയാണ്. നടുക്ക് വീണ്ടും ഒരു ടോട്ടം സ്പെല്ലിടുന്നു. ഗ്രാൻഡ് വാർഡൻ്റെ എബിലിറ്റി കൊടുക്കുന്നു. ആ ഏരിയയിൽ ജസ്റ്റ് ഒന്ന് റേജ് അപ്പ് ചെയ്താലോ? യെസ്, ആ ഏരിയയിൽ നമ്മളൊന്ന് റേജ് ചെയ്തിട്ടുണ്ട്. വീണ്ടും നമുക്ക് ആ ഏരിയയിൽ തന്നെ നമുക്കൊരു ടോട്ടസ് ഇടുന്നു. എൻ്റെ പൊന്ന് ദൈവമേ, ആ ഏരിയയിൽ ഒരു പോയിസൺ ഇട്ടു. കുറച്ച് ബാഡാണ് ഗൈസ്, കുറച്ച് അധികം ബാഡാണ്. വീണ്ടും ഒരു ടോട്ടസ് വെല്ല്. ഓക്കെ, ഒരു ബി ബി ഇറങ്ങാൻ നമുക്ക് ഇവിടെ ഇറക്കാം. ഒരു ആർച്ചർ അപ്പുറത്തെ സൈഡിൽ ഇറക്കാം. ഓക്കെ ഓക്കെ, സീനൊന്നുമില്ല ഗൈസ്, നമ്മുടെ അറ്റാക്ക് നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. യെസ്, ഒരു ഫ്രീസ് നമ്മൾ ആ ഏരിയയിൽ ഇടുന്നു. ഓക്കെ, മിനിയൻ പ്രിൻസിനെ നമ്മൾ റിവൈവ് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ആ ടൗൺ ഹാളിൽ അങ്ങ് എടുക്കാം. ഓക്കെ, നൈസ് നൈസ് നൈസ്. അറ്റാക്കൊക്കെ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ഡ്യൂക്ക് ഡ്രാഗൻ്റെ എബിലിറ്റി കൊടുത്തു. നമുക്ക് ഇനി ഒരു റിവൈസ് വെല്ലുണ്ട്, ബട്ട് സ്റ്റിൽ നമ്മൾ ഈസി ആയിട്ട് തന്നെ നമ്മൾ ഈ ബേസ് അടിച്ച് തകർത്ത് വിട്ടിട്ടുണ്ട്. വെരി ഹാപ്പി. അടുത്ത അറ്റാക്ക് ഇപ്പോൾ. ഓക്കെ ഗൈസ്, നമ്മുടെ അടുത്ത അറ്റാക്ക് കൊടുത്തിട്ടുണ്ട്. അടുത്ത ബേസ് അടുത്തൊരു വെറൈറ്റി ബേസാണ് കേട്ടോ. എയർ സ്വൈപ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും. ഓക്കെ, സോ എവിടെ നിന്ന് അടിക്കണം എന്ന് ചോദിച്ചാൽ മൊത്തത്തിൽ പ്രശ്നമാണ്. നമുക്ക് ഈ ഏരിയയിൽ നിന്ന് അടിച്ചു തുടങ്ങാം. ഓക്കെ, ഡ്യൂക്ക് ഡ്രാഗൺ ഇറക്കിയിട്ടുണ്ട്. യെസ് യെസ് യെസ്, സീനില്ല. എൻ്റെ ഡ്യൂക്ക് ഡ്രാഗൺ അങ്ങോട്ട് പോകണ്ട. അതുകൊണ്ട് ഞാൻ എൻ്റെ പൊന്നു, അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് തന്നെ പോകും. പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്. ഇതാണ് എൻ്റെ ഡ്യൂക്ക് ഡ്രാഗൺ ചാർജ്. ഞാൻ വേണ്ട എന്ന് പറയുന്ന ഡയറക്ഷൻ കൂടെ തന്നെ എൻ്റെ ഡ്യൂക്ക് ഡ്രാഗൺ പോകും. ഓക്കെ, സെറ്റാണ്. ഓക്കെ ഓക്കെ, യെസ് യെസ്, നൈസ് നൈസ് നൈസ്, യെസ്. ഓക്കെ, ഗുഡ്. ഓക്കെ, നമ്മൾ അടുത്തൊരു ഇൻവി ഇട്ടു. സ്മൂത്തായിട്ട് തന്നെ നമ്മൾ ഈ ഏരിയയിൽ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. കിടിലം, കൊള്ളാം. അടുത്ത അവിടെ ഒരു ഇൻവി ഇടണോ? യെസ്, നമ്മൾ ഈ ഇൻവി ഇടയാണ്. നമ്മൾ ഇൻവി ഹോൾഡ് ചെയ്ത് അടിക്കുകയാണ് ഗൈസ്. ഓക്കെ, ഗുഡ് 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 ഗുഡ്. ഇൻവി ജസ്റ്റ് മിസ്. ആ ബിൽഡിംഗ് കൂടെ ഒന്ന് പിടിക്കണമായിരുന്നു. കുഴപ്പമില്ല. അടുത്ത ഇൻവി ഇട്ടു. ഓക്കെ, നമുക്ക് ഡ്യൂക്ക് ഡ്രാഗൺ കാര്യങ്ങൾ അപ്പോൾ തീർന്നിട്ടുണ്ട്. ക്വീൻ ഇറക്കുന്നു. ക്വീൻ്റെ എബിലിറ്റി കൊടുത്തു. യെസ്, അവിടുത്തെ ഇൻവി നമ്മുടെ കൈ കിട്ടിയിട്ടുണ്ട്. ഫുൾ ഡ്രാഗൺസ് ഈ ഏരിയയിൽ. ഗ്രാൻഡ് വാർഡൻ, മിനിയൻ പ്രിൻസ്, പുതിയ സേജ് മിഷൻ ഇപ്പുറത്തെ സൈഡ്, ഫുൾ ഡ്രാഗൺ റൈഡേഴ്സ് ആ ഏരിയയിൽ. ഓക്കെ, നമുക്ക് ഇലക്ട്രോ ഡ്രാഗനെ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഈ ഏരിയയിൽ ഇറക്കാം. അവിടെ ഒരു ടോട്ടം സ്പെല്ലും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, നമ്മുടെ അറ്റാക്കൊക്കെ നമ്മുടെ കയ്യിൽ തന്നെയാണ്. ഈ ഏരിയ ഒന്ന് റൂട്ടപ്പ് ചെയ്യാം. നടുക്കൊരു ടോട്ടം സ്പെല്ല് ഇടുന്നു. പക്ഷേ ഇട്ടിട്ട് കാര്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കുറച്ച് ബാഡാണോ എന്ന് ചോദിച്ചാൽ ബാഡ് തന്നെയാൻ ചാൻസ് ഉണ്ട്. ആ ഏരിയ അത്ര ഒന്ന് ഫ്രീസ് ചെയ്യുകയാണ്. ഓക്കെ, ആ റിവെഞ്ച് ടവർ നമുക്ക് വേണ്ട. അത് എങ്ങനെയെങ്കിലും ഒന്ന് തട്ടിക്കളയണം. ഓക്കെ, നമ്മുടെ ഓക്കെ ഓക്കെ, യെസ്, ഒരു ബേബി ഡ്രാഗൺ നമ്മൾ ഈ സൈഡിൽ ഇറക്കുന്നു. ഓക്കെ ഓക്കെ, ഈ ഏരിയ ഒന്ന് ഫ്രീസ് ചെയ്യുന്നു. ഗ്രാൻഡ് വാർഡൻ്റെ എബിലിറ്റി കൊടുക്കാം. എബിലിറ്റി വെറുതെ ഇരിക്കുകയാണ്. ഡ്യൂക്ക് ഡ്രാഗൺ ചാവരുത്. ചത്താൽ നമുക്ക് പണി കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ്. അവിടെ ആ ഗാർഡിയൻ നല്ല രീതിയിൽ അറ്റാക്ക് നമുക്ക് കിട്ടുന്നുണ്ട് ഗൈസ്. നമുക്കൊന്ന് ഫോറക്സ് ഇടാം. യെസ്, ഫോറക്സ്. നിയന്ത്രിച്ച എബിലിറ്റി. എൻ്റെ പൊന്നു ദൈവമേ, സമയം താമസിക്കരുത്. യെസ് ഗൈസ്, ഈസി 3-0. ഓക്കെ ഗൈസ്, നമ്മുടെ അടുത്ത ബേസ് നമ്മൾ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. അറ്റാക്ക് കൊടുത്തു. സെയിം ഇവന്മാരെല്ലാവരും ഏകദേശം ഒരു സെയിം ടൈപ്പ് പാറ്റേൺ ആണ് വെച്ചേക്കണേ. സോ ഞാൻ റിസ്ക് എടുക്കാതെ തന്നെ സേഫ് അറ്റാക്കാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഡ്യൂക്ക് ഡ്രാഗനെ നമ്മൾ ടൗൺ ഹാൾ സൈഡിൽ കൂടെയാണ് നമ്മൾ ഇറക്കുന്നത്.
ഒരു ഡോട്ട് ഇൻഡി. ഓക്കെ, നൈസ് 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 നൈസ്. സ്പിരിറ്റ് ഫോക്സിൻ്റെ ഇൻഡി വന്നു. ജസ്റ്റ് ഗാർഡിയൻ ഡൗൺ ആയിട്ടുണ്ട്. കിങ്ങിൻ്റെ ബാക്കിൽ പോകണം. വേണ്ട വേണ്ട. അടുത്തൊരു ഇൻഡി. ടൗൺ ഹാൾ നമ്മുടെ കൈ കിട്ടണം. അതിനാണ് ഞാൻ ഇൻവി ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് എന്ത് കഷ്ടമാണ്, ഇത് എങ്ങോട്ടൊക്കെ കയറി പോകുന്നത്. അടുത്തൊരു ഇൻവി ഇട്ടു. ഓക്കെ, വിത്ത് നോർമൽ ലിമിറ്റ്സിൽ തന്നെ നമ്മുടെ അറ്റാക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. പ്രശ്നങ്ങളുണ്ട്. അവിടെ ഫ്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത നമ്മളൊരു ഇൻവി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ എയർ സ്വൈപ്പർ നമുക്ക് പണി വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അടുത്തൊരു ഇൻവി, ലാസ്റ്റ് ഇൻവിയും കൂടെ നമ്മൾ എയർ സ്വൈപ്പറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്വീൻ ഇറക്കാം. ക്വീൻ്റെ ബിലിറ്റി കൊടുത്തു. യെസ്, ആ 2 എയർ ഡിഫൻസ് നമുക്ക് പോയിട്ടുണ്ട്. ഫുൾ ഡ്രാഗൺസ് നമ്മൾ ഇറക്കുന്നു. ഗ്രാൻഡ് വാർഡൻ, ഇന്ത്യൻ വൺസ്, പുതിയ സേജ് മിഷൻ, ഫുൾ ഡ്രാഗൺ റൈഡേഴ്സ് നമ്മൾ നിരത്തി ഇറക്കിയിട്ടുണ്ട്. സോ വലിയ സീനായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഈ ഏരിയ വേണമെങ്കിൽ നമുക്കൊന്ന് റൂട്ടപ്പ് ചെയ്യാം. ഓക്കെ, അറ്റാക്ക് നമ്മുടെ കയ്യിൽ തന്നെയാണ്. ഒരു ടോട്ടാസ് വെള്ളിയിൽ നടുക്കിടുന്നു. ഒന്ന് ഡീവിയേറ്റ് ചെയ്യാണ്. നമ്മുടെ ഡ്യൂക്ക് ഡ്രാഗൺ ഇതുവരെയും ചത്തിട്ടില്ല. അതൊരു പോസിറ്റീവ് കാര്യമാണ്. ഗ്രാൻഡ് വാർഡൻ്റെ എബിലിറ്റി കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, സ്റ്റിൽ സീനില്ല. ഒരു ടോട്ടസ് സ്പെല്ല് നമ്മൾ നടുക്കിട്ട് കൊടുത്തു. ഓക്കെ, ഒരു ബേബി ഡ്രാഗൺ നമുക്ക് ഈ ഏരിയ ഇറക്കാം. ഫുൾ മിനിയൻസ് ഇവിടെ, ഫുൾ ആർച്ചേഴ്സ് അപ്പുറത്ത്. റിവെഞ്ച് ടവറിലിട്ട് നമ്മൾ ഒരു ഫ്രീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സ്റ്റിൽ മാനേജബിൾ. വീണ്ടും ഇപ്പുറത്തൊരു ഫ്രീസ്. നമ്മുടെ ഡ്യൂക്ക് ഡ്രാഗൺ ഇതുവരെയും ചത്തിട്ടില്ല. അതൊരു നല്ലൊരു കിടിലൻ സാധനമാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല ഗൈസ്, ഇത് ഒരു ടൗൺ ഹാൾ 18 മാക്സ് അല്ല, ടൗൺ ഹാൾ 17 മാക്സ് ആണ്. സോ ഈസി 3 സ്റ്റാറാണ്. ഈസി 3 സ്റ്റാർ. മിനിയൻ പ്രിൻസിൻ്റെ എബിലിറ്റി കൊടുക്കുന്നു. അതേപോലെ തന്നെ പ്രിൻസ് നമ്മുടെ ഡ്യൂക്ക് ഡ്രാഗൻ്റെ എബിലിറ്റിയും കൊടുത്തിട്ടുണ്ട്. ഈസി 3 സ്റ്റാർ. നമുക്ക് ഈസി 3 സ്റ്റാർ. ഓക്കെ ഗൈസ്, നമ്മുടെ അടുത്ത അറ്റാക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അടുത്ത ബേസ് ഇതാണ്. നമുക്ക് സ്പീഡിൽ തന്നെ അറ്റാക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. ഞാൻ ടോട്ടലി വേറൊരാളുടെ വീട്ടിലാണ് ഞാൻ ഇരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഈ ഡ്രാഗൺ നമ്മൾ ഇറക്കിയിട്ടുണ്ട്. ഓക്കെ, നൈസ്. പെട്ടെന്ന് തന്നെ ഈ അറ്റാക്ക് ഒന്ന് തീർക്കണം. അതിനനുസരിച്ച് തന്നെ നമുക്കിത് ഫെയിൽ ആവാനും പാടില്ല. ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ പോകുന്നില്ല. ഒരു ഇന്ത്യ അകത്ത് ഷിറ്റ് ഡിവീറ്റ് ചെയ്തു. എൻ്റെ രീതിയിൽ കിട്ടുന്നില്ല. സ്റ്റിൽ ഞാൻ ഇന്ത്യ ഇടാതെ വെച്ചേക്കാണ്. ഓക്കെ, നമ്മുടെ ഗാർഡിയൻ അങ്ങോട്ട് ഇഴുത്ത് പിടിച്ച് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ അത് വേണ്ടായിരുന്നു. അടുത്തൊരു ഇന്ത്യ. ഓക്കെ, ഡ്യൂക്ക് ഡ്രാഗൺ വേറെ ഏരിയയിൽ കൂടെയൊക്കെയാണ് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കുറച്ച് ബാഡായി പോയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ബട്ട് സ്റ്റിൽ നമ്മുടെ ഡ്യൂക്ക് ഡ്രാഗൺ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഫ്രീസും ആക്കി കൊടുത്തിട്ടുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് അടുത്ത അറ്റാക്ക് ഒന്ന് കറക്റ്റായിട്ട് തന്നെ കറക്റ്റായിട്ട് ഇംപ്ലിക്കേറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. വീണ്ടും ഫ്രീസ് ചെയ്യണം ഗൈസ്. വീട് വേറെ സ്ഥലമായിപ്പോയി. അതുകൊണ്ട് എനിക്ക് തെറി വിളിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ ഡ്യൂക്ക് ഡ്രാഗൺ തെറി വിളിച്ചാണ്. ഓക്കെ, പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് നമ്മുടെ ക്വീനെ പിടിച്ച് ഇവിടെ ഇറക്കുന്നു. ക്വീൻ്റെ എബിലിറ്റി കൊടുക്കുന്നു. കുറച്ച് ബാഡ് എബിലിറ്റി ആയിപ്പോയി. ഫുൾ ഡ്രാഗൺസ് നമ്മൾ ഈ ഏരിയക്കുന്നു. ഗ്രാൻഡ് വാർഡൻ, മിനിയൻ പ്രിൻസ്, പുതിയ സേജ് മിഷൻ ക്വീൻ്റെ സപ്പോർട്ടിന് കൊടുക്കുന്നു. ഫുൾ ഡ്രാഗൺ റൈഡേഴ്സ് ആ ഏരിയ കൊടുക്കുന്നു. ഓക്കെ, ഇവനെ ഇത്രയും പേരെ ഒന്ന് നമ്മൾ റൂട്ടപ്പ് ചെയ്യാണ്. ഓക്കെ, അറ്റാക്ക് നമ്മുടെ ലിമിറ്റ്സിലാണ്. ഒരു ടോട്ടസ് നമുക്ക് നടുക്ക് ഇട്ട് കൊടുക്കാം. ഒരു ബേബി ഡ്രാഗൺ നമുക്ക് ഈ ഏരിയയിൽ എടുക്കാം. ഓക്കെ, ഗ്രാൻഡ് വാർഡൻ്റെ എബിലിറ്റി കൊടുത്തു. ഓക്കെ, അറ്റാക്ക് അത്യാവശ്യം പ്രശ്നമില്ലാത്ത രീതിയിൽ തന്നെ പോകുന്നുണ്ട്. ബേബി ഡ്രാഗനെ ഇപ്പുറത്തും കൂടെ ഇറക്കാം. ഫുൾ മിനിയൻസ് നമ്മൾ ഈ ഏരിയ ഇറക്കുന്നു. എടാ ഒരു പ്രശ്നമുണ്ട്. അതൊന്ന് ഫ്രീസ് ചെയ്യാണ്. ഡ്യൂക്ക് ഡ്രാഗനെ റിവൈവ് ചെയ്താൽ പണി കിട്ടുമോ എന്നെനിക്കൊരു സംശയമുണ്ട്. നമുക്കിവിടെ നടുക്കിട്ടൊരു ടോട്ടം ചൊല്ലിടാം. കുറച്ച് ബാഡാണ്, കുറച്ചധികം ബാഡാണ്. ഈ ഏരിയ ഒന്ന് ഫ്രീസ് ചെയ്യുന്നു. ഡ്യൂക്ക് ഡ്രാഗനെ റിവൈവ് ചെയ്യുന്നു. ഒരു 4x ഇടുന്നു. മിനിയൻ പ്രിൻസിൻ്റെ എബിലിറ്റി കൊടുക്കുന്നു. ടൈം ഫെയിലാണോ? ടൈം ഫെയിലാവല്ലേ. ഇപ്പോൾ 1 സ്റ്റാർ കിട്ടിയേനെ ഗൈസ്. ഇപ്പോൾ എനിക്ക് 1 സ്റ്റാർ കിട്ടിയേനെ. ഇപ്പം എനിക്ക് ഈ 99 എനിക്ക് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര ആശ്വാസമാണ് കിട്ടിയത്. ഈ 99 1 സ്റ്റാർ 99 ആയിരുന്നെങ്കിൽ ഞാൻ ഇറങ്ങി ഓടിയേനെ. 2 സ്റ്റാർ കിട്ടിയതുകൊണ്ട് ഒരു ആശ്വാസമുണ്ട് ഗൈസ്. എൻ്റെ പൊന്നോ, ഞാൻ ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്ന് ചത്തുപോയേനെ സത്യം. ഓക്കെ ഗൈസ്, നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ അറ്റാക്ക് നമ്മൾ കൊടുക്കാൻ പോകുന്നു. ഒരു റഷ് ബേസാണ്. സോ പേടിക്കേണ്ട വലിയ ആവശ്യമൊന്നും എനിക്ക് തോന്നുന്നില്ല. നമുക്ക് എന്തായാലും ഡ്യൂക്ക് ഡ്രാഗനെ കൊണ്ട് നമ്മൾ ആ ടോപ്പ് സൈഡിൽ നമ്മൾ ഇറക്കുന്നു. ഈ അറ്റാക്ക് നമ്മൾ നേരത്തെ ചെയ്തതാണ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് ഹീറോസിനൊന്നും പോഷൻ ഇടാൻ ഉള്ള പോഷൻ നമ്മുടെ കയ്യിലില്ലാതെയായിപ്പോയി. അത് കുറച്ച് ബാഡായിപ്പോയി. ഓക്കെ, സീനില്ല.
അറ്റാക്കൊക്കെ നമ്മുടെ കയ്യിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഒരു ഇൻവി2. ഓക്കെ, നൈസായിട്ട് പോകുന്നുണ്ട്. അടുത്തൊരു ഇൻവി2. ഓക്കെ, പ്രശ്നമൊന്നുമില്ല ഗൈസ്, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. കൊള്ളാം. ഞാൻ ഇൻവി ഇടുന്നില്ല, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്പിരിറ്റ് ഫോക്സിൻ്റെ എബിലിറ്റി ഗുഡ്. ഇനി നമുക്ക് ഇൻവി2 കൊടുക്കാം. അറ്റാക്ക് ഒന്ന് ഡൈവേർട്ട് ചെയ്യാനാണ്. ആ എയർ സൈപ്പർ അല്ലെങ്കിൽ ഡ്യൂക്ക് ഡ്രാഗൺ അങ്ങ് എടുത്ത് കളയും. ഡ്യൂക്ക് ഡ്രാഗൺ ലെവൽ 5 കൂടെയാണ്. പക്ഷേ ലെവൽ 5 ആണെങ്കിൽ നല്ല പവറുണ്ട് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത പവറാണ്. ഓക്കെ, നൈസായിട്ട് തന്നെ നല്ല ക്ലീൻ അറ്റാക്ക്. ആ ഈ കമ്പാർട്ട്മെൻറ്റ് കംപ്ലീറ്റ് അങ്ങ് അടിച്ച് തകർത്തിട്ടുണ്ട്. നമുക്ക് അറ്റാക്ക് ഒന്ന് സ്പീഡ് കൂട്ടാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. അവിടെ എന്തായാലും ഒരു ഇൻവി2 കൊടുത്തു. നമുക്ക് നേരെ പെട്ടെന്ന് അറ്റാക്ക് തീർക്കാം. നമ്മുടെ ക്വീൻ്റെ ആരോ കൊടുത്തു. ഫുൾ ഡ്രാഗൺസ് നമ്മൾ ഈ ഏരിയ ഇറക്കുന്നു. ഗ്രാൻഡ് വാർഡൻ, മെയിൻ പ്രിൻസ്, പുതിയ സേജ് മെഷീൻ, ക്വീൻ്റെ സപ്പോർട്ട്, ഫുൾ ഡ്രാഗൺ റൈഡേഴ്സ് നമ്മൾ ഇറക്കുന്നു. ഒരു ഇലക്ട്രോ ഡ്രാഗനെ ഈ ഏരിയയിൽ ഇറക്കാം. ഒരു ബേബി ഡ്രാഗൺ ടോപ്പ് സൈഡിൽ ഇറക്കാം. നടുക്കൊരു ടോട്ടം സ്പെൽ ഇടുന്നു. റൂട്ടപ്പ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, സോ ഈ ഏരിയ ഒന്ന് ഫ്രീസ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഫ്രീസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അറ്റാക്ക് നമ്മുടെ കയ്യിൽ തന്നെയാണ്, വലിയ പ്രശ്നങ്ങളില്ല. വീണ്ടും ആ ഏരിയ ഒരു ഫ്രീസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നടുക്ക് നമുക്ക് അവിടെ തന്നെ നടുക്കൊരു ടോട്ടം സ്പെല്ലിടാൻ കേട്ടോ. ഡ്യൂക്ക് ഡ്രാഗനെ റിവൈവ് ചെയ്തിട്ടുണ്ട്. ഗ്രാൻഡ് വാർഡൻ്റെ എബിലിറ്റി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇന്ത്യൻ പ്രിൻസിൻ്റെ എബിലിറ്റിയും കൊടുത്തിട്ടുണ്ട്. യെസ്, സിമ്പിൾ ക്രീച്ചറാണ് ഗൈസ്. നല്ല രീതിയിലുള്ള നല്ലൊരു ക്രീച്ചറാണ്. നമ്മുടെ പോർഷൻസ് ഒന്നും ഇട്ടിട്ടില്ല. അതേപോലെ തന്നെ നമുക്കൊരു കറക്റ്റ് ഒരു റഷ് ബേസും കൂടെയാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. യെസ്, അപ്പോൾ ഗുഡ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ അറ്റാക്ക് ഇത്രയേ ഉള്ളൂ ഗൈസ്. നമ്മൾ ടോപ്പ് സൈഡിലുള്ള എല്ലാ ബേസും ക്ലിയർ ചെയ്തിട്ടുണ്ട്. എനിക്കെന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. എപ്പോഴും എൻ്റെ കയ്യിൽ നിന്ന് ഒരു അറ്റാക്ക്, ഈ കളിച്ച എല്ലാ വറിയിൽ എനിക്ക് ഒരു അറ്റാക്ക് എപ്പോഴായാലും ഒരു 2 സ്റ്റാറിലേ വരുള്ളൂ. ഇന്ന് 1 സ്റ്റാർ കിട്ടേണ്ട ഒരു ഇതായിരുന്നു. എന്നാൽ ഞാൻ സത്യമായിട്ട് ഞാൻ നിർത്തിപ്പോയേനെ. എൻ്റെ ഭാഗ്യത്തിന് ഇന്ന് ഞാൻ 99% എടുത്തപ്പോൾ ഞാൻ ബേസിക്കലി ഹാപ്പിയാണ്. 1 സ്റ്റാറിനെക്കാട്ടി 2 സ്റ്റാർ കിട്ടിയത് എന്തോ ഒരു നല്ലത്, എൻ്റെ പൊന്നോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത്രയും ബേസ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. താഴത്തെ ഫുൾ റഷാണ്. സോ നമുക്ക് ഒരു 44, ഞാൻ കാരണം വീണ്ടും ഒരു സ്റ്റാർ കുറഞ്ഞിട്ടുണ്ട്. സങ്കടം ഉണ്ട്, ബട്ട് സ്റ്റിൽ നമുക്കിത് ജയിക്കാൻ പറ്റുന്ന ഒരു വാറാണ്. നമുക്ക് അടുത്ത ഇതിൽ ഞാൻ റിസൾട്ട് പറയുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് എല്ലാം ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായം അതും പറയുക. ബൈ ഗൈസ്.